എന്താ എന്താണോ നിനക്ക് അറിയാൻ പാടില്ല? ഇത്രയും 10 വർഷമായല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴും നീ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചാണോ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫേക്ക് ഐ ഡി വെച്ച് എന്തൊക്കെയാ എഴുതി വെച്ചേക്കണേ? ഫേക്ക് ഐ ഡിയോ? ഫേക്ക് ഐ ഡി ഇട്ട് ചെയ്യാനോ? എന്താ ഈ പറയുന്നേ? പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഫേക്ക് ഐ ഡി ഇട്ട് ചാറ്റ് ചെയ്യാനല്ലേ എനിക്ക് ഇവിടെ നേരം. എനിക്കിവിടെ 100 വട്ടം പണി കിടക്കുക. എൻ്റെ ഇടയ്ക്കാ ഫേക്ക് ഐ ഡി ഇട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവളല്ലേ? ഇതാരായിരിക്കും? അപ്പൊ നീ അല്ലേ ഈ രഞ്ജിനി എന്ന് പറഞ്ഞ ആള്? രഞ്ജിനിയോ? അതാ മെസ്സേജ് അയച്ചോണ്ടിരുന്ന? പിന്നെ എനിക്ക് ഇതല്ലേ പണി, നിങ്ങളെ മെസ്സേജ് അയക്കലല്ലേ എന്റെ പണി. ഉറപ്പായിട്ട് നീ അല്ല? അപ്പം ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, നീ എന്തിനാ ഈ വേണ്ടാത്ത മെസ്സേജസ് ഒക്കെ, നീ എന്തിനാ മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ പോകുന്നേ? അല്ല, എനിക്ക് മെസ്സേജ് വന്നപ്പോ തോന്നി നീ ഫേക്ക് കാണിക്കണേ, അത് കാരണം ഞാൻ ഒന്ന് ചോദിക്കാൻ വന്ന. അങ്ങനെയാണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ 10,000 ഫേക്ക് ഐ ഡിന്നൊക്കെ മെസ്സേജ്. എല്ലാത്തിനും ഞാൻ അങ്ങ് റിപ്ലൈ കൊടുക്കട്ടെ എന്നാ? ആഹാ, കൊള്ളാലോ. എന്തായാലും നീ അല്ലല്ലോ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. നിങ്ങൾ എന്താ രഞ്ജിനിയോട് പറഞ്ഞേ? നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞേ എന്നെ ഉപേക്ഷിച്ച് അവളെ പോയി കെട്ടിക്കോളാന്നല്ലേ? അല്ല, നീ എങ്ങനെ പറഞ്ഞേ? എടോ ഞാനോടോ രഞ്ജിനി? അല്ല, നിന്നോടല്ലേ ഞാൻ ചോദിച്ചത് ഫേക്ക് ഐ ഡി ഉണ്ടോ, ഫേക്ക് ഐ ഡി ഉണ്ടോന്ന്? അയ്യാ, നിങ്ങൾ വിചാരിച്ചു ഞാൻ പൊട്ടിയാന്ന് വിചാരിച്ചോ? എനിക്ക് ഫേക്ക് ഐ ഡി ഇല്ലെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റോ? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പൂച്ചയാണെങ്കിൽ ഞാൻ കാട്ടുപൂച്ചയാടാ, കാട്ടുപൂച്ച.